കാടിന്റെ ഭംഗി ആസ്വദിച്ച് ട്രക്കിംഗ് സംഘടിപ്പിച്ച് മൺസൂൺ മാജിക്. പക്ഷിസങ്കേതം മുതൽ പുല്ലാശ്ശേരി കുത്തുവ വെള്ളച്ചാട്ടം വരെയായിരുന്നു ട്രക്കിംഗ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രകൃതി സ്നേഹികളായ ഒട്ടേറെ പേർ ട്രക്കിംഗിൽ പങ്കാളികളായി. കോതമംഗലം മൺസൂൺ മാജിക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ട്രക്കിംഗ് സാഹസിക വിനോദസഞ്ചാരത്തിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനും പുതിയ ഊർജ്ജം പകരുന്നതിനോടൊപ്പം കോതമംഗലത്തിന്റെ വനസൗന്ദര്യവും വിനോദസഞ്ചാര സാധ്യതകളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ശ്രദ്ധേയ പരിപാടിയായി മാറി. തട്ടേക്കാട് സലിമലി പക്ഷിസങ്കേതത്തിൽ നിന്നും പുല്ലാശ്ശേരിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു ട്രക്കിംഗ് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 50ഓളം പ്രകൃതി സ്നേഹികളും ട്രക്കിംഗ് പ്രേമികളും പരിപാടിയിൽ പങ്കെടുത്തു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ട്രക്കിംഗിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. നിരവധി സവിശേഷമായ മത്സരങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ മൺസൂൺ മാജിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതിയെ കണ്ടറിയുക, മഴയെ ആസ്വദിക്കുക. നമുക്കറിയാം, എല്ലാ തരത്തിലും മഴക്കാലം എന്ന് പറയുന്നത് പ്രതിസന്ധിയുടെയും വെല്ലുവിളിയുടെയും കാലഘട്ടമാണ്. അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ മൺസൂൺ മാജിക്കിലൂടെ ഉയർത്തുന്ന സന്ദേശം. തട്ടേക്കാട് സലിമലി പക്ഷിസങ്കേതത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ഉച്ചയ്ക്ക് 2 മണിയോടെ പുല്ലാശ്ശേരിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ സമാപിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കമ്പകമരങ്ങളുടെയും ഈട്ടിച്ചോലകളുടെയും ഇടയിലൂടെ കടന്നുപോകുന്ന വനപാതയിലൂടെയായിരുന്നു ട്രക്കിംഗ്. മഴക്കാലത്ത് അത്യന്തം മനോഹരമായി ഒഴുകുന്ന പുല്ലാശ്ശേരിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതി ഭംഗി പങ്കെടുത്തവർക്ക് വിസ്മയമായി. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബിനീഷ്, ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അജന്തൻ, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വനപാലകർ, വാച്ചർമാർ എന്നിവർ ട്രക്കിംഗിന് നേതൃത്വം നൽകി. തട്ടേക്കാട്ടെ പ്രശസ്ത ടൂറിസ്റ്റ് ഗൈഡ് സുധീഷും അദ്ദേഹത്തിന്റെ സംഘവും യാത്ര വിജയകരമാക്കാൻ നിർണായക പങ്കുവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിഞ്ചു ബിബി ഉദ്ഘാടനം ചെയ്തു. കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡംഗവുമായ ഗോപി മുട്ടത്ത്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ട്രക്കിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.